السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقنا السماء والأرض وما بينهما لاعبين. لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون. بسم الله الحمد لله والصلاة والسلام على رسول الله. വിശുദ്ധ ഖുർആന്റെ ഈ ഒരു ആയത്തുകൾ വളരെ ഗൗരവകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് കൈമാറുന്നുണ്ട്. തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞു വച്ചത് ഒരുപാട് ജനസമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. ആ നശിപ്പിച്ചത് അവര് നാമാവശേഷമാകി പോകാവുന്ന രൂപത്തിലുള്ള ശിക്ഷ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള താക്കീദിന്റെ വചനങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു വെച്ചത്. ഇനി ഈ ഒരു ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ ഒരു ഗൗരവകരമായ ഈ ഒരു ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെയും ജീവിതത്തിന്റെയും ഒക്കെ വളരെ ഗൗരവകരമായ ചില ആശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. വമാ ഖലഖ്ന, നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ഖലഖ്ന, നാം സൃഷ്ടിച്ചിട്ടില്ല. അസ്സമാ, ആകാശം. സമാ, ആകാശം. വൽ അർള്, ഭൂമിയും. ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടയിലുള്ളതിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല. അഥവാ സൃഷ്ടിജാലങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ലാഇബീൻ, ലാഇബീൻ, കളിയായിക്കൊണ്ട്, ഒരു കാര്യമില്ലാതെ കളിയായിക്കൊണ്ട് ആകാശഭൂമികളെ വെറുതെ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഒരു എന്നാ പിന്നെ ഒരു ഭൂമി സൃഷ്ടിച്ചേക്കാം എന്നുള്ള മട്ടിൽ ഒരു വിനോദത്തിന് വേണ്ടി, അതല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു വെറുംപണിക്ക് വേണ്ടി അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്ന് വല്ലവനും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അങ്ങനെയല്ല. ആകാശഭൂമികൾ അള്ളാഹു ഒരു കാര്യമില്ലാതെ വെറുതെ പടച്ചതല്ല എന്നാണ് ആദ്യത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അടുത്ത വചനത്തിൽ ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. ഇനി അങ്ങനെ വിനോദം ഉദ്ദേശിച്ച് ചെയ്യുകയാണെങ്കിൽ അള്ളാഹ്ക്കത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല. ലൗ അറദ്ന, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അൻ നത്തഖിദ, ഉണ്ടാക്കുവാൻ, അതല്ലെങ്കിൽ സ്വീകരിക്കുവാൻ, ലഹ്വൻ, വല്ല വിനോദവും, ഏതെങ്കിലും നിലക്കുള്ളൊരു ഒരു കളിതമാശയായിക്കൊണ്ട് എന്തെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലത്തഖദ്നാഹു, അള്ളാഹു അത് ഉണ്ടാക്കുകയും ചെയ്യും. അള്ളാഹ് ഒരു കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ റബ്ബിന്, സൃഷ്ടിക്കാൻ അള്ളാഹുവിന് യാതൊരു വിധത്തിലുള്ള പ്രയാസമില്ല. അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന പക്ഷം അള്ളാഹു തആലക്ക് അത് കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിന് യാതൊരു പ്രയാസമില്ല. മിൻ ലദുന്ന, നമ്മുടെ പക്കൽ നിന്ന്. ഇൻ കുന്ന, നാം അല്ല, ഫാഇലീൻ, അത് ചെയ്യുന്നവനല്ല. എന്നാൽ അള്ളാഹു അങ്ങനെ ചെയ്യൂ? ഒരു വിനോദത്തിന് വേണ്ടി ആകാശഭൂമികൾ അള്ളാഹു സൃഷ്ടിക്കൂ? ഒരിക്കലുമില്ല. യാതൊരു ഹിക്മത്തോ യാതൊരു യുക്തിയും ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കൂ? ഒരിക്കലുമില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വിനോദം ഉണ്ടാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ
അള്ളാഹ്ക്കത് കഴിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ വിനോദത്തിന് വേണ്ടിയുള്ള സൃഷ്ടിപ്പ്, വിനോദത്തിന് വേണ്ടിയുള്ള കൈകാര്യകർത്തൃത്വം അതൊന്നും അള്ളാഹു ചെയ്യുന്നതല്ല, നടപ്പിലാക്കുന്നതല്ല. അതാണ് പറഞ്ഞത്. അവസാനത്തെ ആയത്തിൽ ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫയദ്മഗുഹു ഫഇദാ ഹുവ സാഹിഖ് വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ. ബൽ നഖ്ദിഫു, എന്നാൽ നഖ്ദിഫു നാം എറിയുന്നു, ബിൽ ഹഖ് സത്യത്തെ കൊണ്ട്, അലൽ ബാത്തിൽ നിരർത്ഥകമായതിന്റെ മേൽ, അസത്യത്തിന്റെ മേൽ നാം സത്യത്തെ കൊണ്ട് എറിയുന്നു. ഫഇദാ ഹുവ ഫയദ്മഗുഹു, അങ്ങനെ ഈ സത്യം അസത്യത്തെ തകർത്ത് കളയുന്നു. ഫഇദാ ഹുവ സാഹിഖ്, അപ്പോഴതാ സാഹിഖ്, അത് നശിച്ചു പോകുന്നു, നാമാവശേഷമാകുന്നു. വലകുമുൽ വൈലു, നിങ്ങൾക്കാകുന്നു നാശം. മിമ്മാ തസിഫൂൻ, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനാൽ നിങ്ങൾക്കാകുന്നു നാശം. അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലങ്കാരികമായ ഒരു പദപ്രയോഗത്തിലൂടെയാണ് ആ കാര്യത്തെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അഥവാ സത്യവും അസത്യവും തമ്മിൽ കൊമ്പ് കോർക്കുന്നത് അത് വളരെ കാലം മുമ്പ്, ആദ്യകാലം മുമ്പ് തുടങ്ങിയതാണ്. എല്ലാ കാലത്തും നിലനിൽക്കുന്ന വിജയമുണ്ടാവുക അത് സത്യത്തിന്റെ ആളുകൾക്കായിരിക്കും. സത്യമാണ് എല്ലാ കാലത്തും വിജയിക്കുക. ആ സത്യത്തെ നിലനിർത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല. എത്ര കാലം കഴിഞ്ഞാലും സത്യം ഇവിടെ നിലനിൽക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു രീതിയാണ് ഈ ലോകത്ത് സത്യത്തെ നിലനിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് റബ്ബിനെ സംബന്ധിച്ച് മോശം കാര്യങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് ഓരോരുത്തർക്കും തോന്നിയത് പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾക്ക് നാശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ 3 വചനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? അപ്പൊ ആദ്യത്തെ വചനം നമുക്കെടുക്കാം. വമാ ഖലഖന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. അഥവാ ആകാശഭൂമികളെ, ആകാശവും ഭൂമിയും വലിയ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഈ ആകാശഭൂമികളെയും അതിനിടയിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും അള്ളാഹു ഒരിക്കലും വെറുതെ ഒരു വിനോദത്തിന് വേണ്ടി സൃഷ്ടിച്ചതല്ല എന്നതാണ് ആദ്യത്തെ വചനം. തഫ്സീറുൽ ഖുർത്തുബിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, അബസൻ വബാത്തിലൻ, യാതൊരു അർത്ഥവുമില്ലാതെ നിരർത്ഥകമായി അർത്ഥശൂന്യമായി കളിതമാശയായിക്കൊണ്ടല്ല അള്ളാഹു ഈ ലോകത്തെയും അതിനിടയിലുള്ള മനുഷ്യരെയും ഒന്നും അള്ളാഹു സൃഷ്ടിച്ചത്. ബൽ ലിതൻബീഹി അലാ അന്ന ലഹാ ഖാലിഖൻ ഖാദിറൻ, മറിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്താനും തെര്യപ്പെടുത്താനുമാണ്. എന്ത്? ഈ സൃഷ്ടിജാലങ്ങൾക്ക് പിറകിൽ ഒരു സൃഷ്ടാവുണ്ട്, കഴിവുറ്റ മികവുറ്റ തന്ത്രജ്ഞനായ ഒരു റബ്ബിന്റെ കരവിരുതുണ്ട്. ആ റബ്ബിന്റെ ഖുദ്റത്തും കഴിവും മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചത്. യജിബു ഇംതിസാലു അംരിഹി, ആ അങ്ങനെയുള്ള റബ്ബിന്റെ, അങ്ങനെ സൃഷ്ടിച്ച റബ്ബിന്റെ കൽപ്പനകളെ മുഖവിലക്കെടുക്കൽ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. വഅന്നഹു യുജാസി അൽ മുസീഅ വൽ മുഹ്സിന, തെറ്റു ചെയ്തവർക്കും നന്മ ചെയ്തവർക്കും ഒക്കെ ആ റബ്ബിന്റെ പക്കൽ നിന്നും കൃത്യമായ പ്രതിഫലം അത് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഐമാ ഖലഖന സ്സമാഅ വൽ അർള ലിയദ്രിമ ബഅദുൻ നാസി ബഅദൻ വയക്ഫുറ ബഅദുഹും വയുഖാലിഫ ബഅദുഹും മാ ഉമിറ ബിഹി സുമ്മ യമൂതു വലാ യുജാസു. അഥവാ അല്ലാഹു ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും എന്നിട്ട് യാതൊരു നിലക്കുമുള്ള പ്രതിഫലം നൽകപ്പെടാതെ പോവുകയും ചെയ്യുക. ഇവിടെ അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് സൽക്കർമ്മിയായ ഒരു മനുഷ്യൻ നന്മകളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. രണ്ടാമത്തെ ഒരുത്തൻ ഈ ഒരു സന്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാതെ താന്തോന്നിയായിക്കൊണ്ട് അവന്റെ മനസ്സിൽ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ട് മാത്രം യാതൊരു നിലക്കും മരണാനന്തരമുള്ളൊരു ജീവിതത്തിന് പാകപ്പെടുത്തിക്കൊണ്ടോ റബ്ബിന്റെ വിധികളെ മുഖവിലക്കെടുക്കാതെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. രണ്ടുപേരും മരണപ്പെട്ടു പോവുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു നിലക്കും പ്രതിഫലം ഒന്നും നൽകാതെ ഈ ഭൂമി നാമാവശേഷമാക്കുന്നതോടുകൂടി തന്നെ എല്ലാ ജീവജാലങ്ങളും
നശിച്ചു പോവുകയും ചെയ്യുന്ന, അതോടുകൂടി എല്ലാം അവസാനിക്കുന്ന ഒരവസ്ഥ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ വെറുതെ സൃഷ്ടിച്ചതല്ല. ഒരിക്കലും ഒരാളും ചെയ്യുന്ന നന്മകൾ അത് വെറുതെയല്ല. ഒരിക്കലും പ്രതിഫല നടപടിയില്ല എങ്കിൽ അതൊരു വെറുതെ സൃഷ്ടിക്കലായി, അല്ലെ? അല്ലാഹ് പ്രതിഫലമൊന്നും നൽകുന്നില്ല. ഒരു കൂട്ടം ആളുകൾ നല്ല നിലക്ക് ജീവിക്കുന്നു, വേറൊരു കൂട്ടം ആളുകൾ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ തോന്നലിനനുസരിച്ച് ജീവിക്കുന്നു. രണ്ടു കൂട്ടരും മരിച്ചു പോകുന്നു, അതിനുശേഷം യാതൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിലാണ് ഈ ഭൂമിയുടെ സൃഷ്ടിപ്പും ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പൊക്കെ വെറുതെ ആവുന്നത്. വെറുതെ ആയില്ലേ? അവർ ചെയ്ത കർമ്മങ്ങൾ വെറുതെയായി, മറ്റവൻ ചെയ്യാതിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വെറുതെ വിടാൻ വേണ്ടി വെറുതെ തോന്നിവാസത്തിനനുസരിച്ചുകൊണ്ട് ജീവിച്ച് അങ്ങനെ പിന്നെ അസ്തമിച്ച് ഒരു ഞൊടിയിടയിൽ എല്ലാം അസ്തമിച്ചു പോകുന്ന മാത്രയിൽ അങ്ങനെ എല്ലാം തീർന്നു എന്നുള്ളൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. അല്ലാഹ് സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായ ഹിക്മത്ത്, കൃത്യമായ യുക്തി അത് ആ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഉണ്ടായിരിക്കും. അല്ലാതെ ഖിയാമത്തോടുകൂടി എല്ലാം നശിച്ചു പോകുന്നു, അതോടുകൂടി ഒന്നുമില്ല, ചെയ്തവനും വെറുതെയായി, പിന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ യാതൊരു നിലക്കും ഒരു കാര്യമില്ലാണ്ടായി, ചെയ്യാത്തവനെ പോലെ തന്നെയായി, ഒക്കെ വെറുതെയായി. അങ്ങനത്തെ ഒരു സൃഷ്ടിപ്പ് അള്ളാഹു ഒരിക്കലും നടത്തിയിട്ടില്ല എന്നാണ്. പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. ولا يؤمر في الدنيا بحسن ولا ينهى عن قبيح وهذا اللعب المنفي عن الحكيم ضده الحكمة. ഒരിക്കലും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരു കാര്യങ്ങളും അള്ളാഹുവിന്റെ ഒരു പ്രവൃത്തിയും അത് യുക്തിയില്ലാതെ ഒരിക്കലും വരികയില്ല. പടച്ചവന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവൃത്തികളും അതിന്റെ പിന്നിൽ വ്യക്തമായ ഹിക്മത്ത്, അത് നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും റബ്ബിന്റെ പ്രവൃത്തികൾക്ക് പിന്നിൽ കൃത്യമായ യുക്തി ഉണ്ടായിരിക്കും. ആ യുക്തി ഇല്ലാതെ വെറുതെ വെറുമ്പണി ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയല്ല. കാരണം അള്ളാഹു ഒരിക്കലും സൃഷ്ടിജാലങ്ങളെ പോലെയല്ല, മനുഷ്യനെ പോലെ ദൗർബല്യങ്ങളുള്ള ഒരു സൃഷ്ടിയെ പോലെ ഒരിക്കലും അല്ലാഹു തആല അല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, അള്ളാഹുവിന് ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ സൃഷ്ടികളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുന്ന കുറച്ച് നാമഗുണ വിശേഷണങ്ങളുണ്ട്, സിഫാത്തുകൾ. ഒന്ന് തവ്വാബാണ്. അള്ളാഹു തവ്വാബാണ്. തവ്വാബ് എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിക്കുന്നവൻ എന്നാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. ഗാഫിറാണ്, ഗഫൂറാണ്, ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് അല്ലാഹു തആല. അതുപോലെ അഫൂവാണ്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനാണ്. തെറ്റ് ചെയ്ത പാപികൾക്ക് വീണ്ടും ഖേദിച്ചു മടങ്ങാൻ അവസരങ്ങൾ നൽകുന്നവനാണ് അല്ലാഹു തആല. അതുപോലെ മുൻമാതൃകയില്ലാതെ ഫാത്തിറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യാതൊരു മുൻമാതൃകളും കൂടാതെ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു തആല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കൂ, അള്ളാഹുവിന്റെ 99 നാമഗുണ വിശേഷണങ്ങളും അതൊക്കെ മനുഷ്യരുമായി ബന്ധപ്പെട്ടതൊക്കെ അതിലുണ്ട്. റബ്ബിന്റെ സൃഷ്ടിജാലങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷണങ്ങൾ അല്ലാഹു തആലക്കുണ്ട്. ഇത് മനുഷ്യനെ സൃഷ്ടിച്ചില്ലെങ്കിലും അല്ലാഹു തആലക്ക് ആ വിശേഷണമുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാരുണ്യവാനാണ് എന്ന് മനുഷ്യനെ കുറിച്ചിട്ട് എപ്പോഴും പറയും. മനുഷ്യനത് പ്രവർത്തിക്കുമ്പോഴാണല്ലോ കാരുണ്യവാനാണെന്ന് പറയും, അല്ലെ? ഒരു പാവപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു, അയാൾക്ക് ഒന്നും നൽകുന്നില്ലെങ്കിൽ നമ്മളെ കുറിച്ച് ആ കാരുണ്യം ഇല്ലാത്ത ആളാണെന്ന് പറയാം, അല്ലെ? അയാളെ സഹായിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മുമ്പിൽ ഭിക്ഷ യാചിച്ച ഒരു വ്യക്തി വരികയും അയാൾക്ക് യാതൊന്നും നൽകാതിരിക്കുകയാണെങ്കിൽ നമ്മൾ കാരുണ്യമില്ല എന്നാണ് നമ്മളെ കുറിച്ച് പറയാം. നമ്മൾ അയാളെ സഹായിച്ചാലോ അയാൾ നല്ല കാരുണ്യമുള്ള വ്യക്തിയാണെന്ന് പറയും. അപ്പൊ മനുഷ്യരെ കുറിച്ച് ഒരു വിശേഷണം പറയണമെങ്കിൽ മനുഷ്യരത് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്ത് തെളിയിച്ചാൽ മാത്രമേ മനുഷ്യനെ കുറിച്ചിട്ട് ഒരു വിശേഷണം പറയുള്ളൂ. എന്നാൽ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല എങ്കിലും അല്ലാഹു ഫാത്തിറാണ്. മുൻമാതൃകകളില്ലാതെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആ റബ്ബിന്റെ വിശേഷണം, മനുഷ്യരെ ഒന്നും ഈ ഭൂമി ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചില്ല എങ്കിലും അല്ലാഹു ഫാത്തിറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എങ്കിലും അല്ലാഹു ഖാലിഖ് തന്നെയാണ്, സൃഷ്ടാവ് തന്നെയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലൂടെ, ഈ ലോകത്ത് മനുഷ്യരുണ്ടായ ആ മനുഷ്യരിലൂടെ റബ്ബിന്റെ ഗുണവിശേഷണങ്ങൾ പുലർന്നു കാണാൻ, മനുഷ്യരിലൂടെ സൃഷ്ടിജാലങ്ങളിലൂടെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, ഗുണങ്ങൾ അത് വെളിപ്പെടാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതാണ് സൃഷ്ടിപ്പിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഈ ഗുണങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മനുഷ്യരിലൂടെ വെളിപ്പെടണം, മനുഷ്യരിലൂടെ പുലർന്നു കാണണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്.
അപ്പൊ അല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം ഈ 99 നാമങ്ങളാണ് മാത്രമാണോ ഉള്ളത്? അല്ല. മനുഷ്യർക്ക് ആവശ്യമുള്ള, മനുഷ്യരുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഉതകുന്ന നാമങ്ങളും വിശേഷണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലധികം ഗുണങ്ങൾ ഉൾക്കൊണ്ടവനാണ്. ഇതല്ലാത്ത രൂപത്തിൽ അള്ളാഹുവിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് ഒരിക്കലും മനുഷ്യന് കണ്ടെത്താൻ സാധ്യമേ അല്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹിനെ പരിചയപ്പെടുത്തിയ ആ നാമഗുണവിശേഷണങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ റബ്ബിനെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഗുണവിശേഷണങ്ങൾ മനുഷ്യരിലൂടെ, മനുഷ്യനിവിടെ ഉണ്ടായാലാണ് പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞ ഒരവസ്ഥ ഉണ്ടാവുക. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റ് ചെയ്യുന്നവരല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹ് കൽപ്പിച്ചതിനെതിരായിക്കൊണ്ട് മലക്കുകൾ പ്രവർത്തിക്കുകയില്ല. അപ്പൊ മനുഷ്യരെന്ന് പറയുന്ന ഒരു സൃഷ്ടിജാലം ഇവിടെ ഉണ്ടെങ്കിലാണ് തെറ്റുകൾ ചെയ്യുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും പാപങ്ങൾ പൊറുക്കുക എന്ന് പറയുന്ന റബ്ബിന്റെ സിഫത്ത്, റബ്ബിന്റെ ഗുണവിശേഷണം ഇവിടെ വെളിപ്പെടുകയുള്ളൂ. അപ്പൊ മനുഷ്യരിവിടെ ഉണ്ടായി, മനുഷ്യരിലൂടെ റബ്ബിന്റെ ഗുണവിശേഷണങ്ങൾ, റബ്ബിന്റെ സിഫാത്തുകൾ അത് വെളിപ്പെടാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു. അതൊന്ന്. ഇനി മറ്റൊന്ന്, അള്ളാഹുവിനെ കുറിച്ച് മനുഷ്യർ മനസ്സിലാക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, സൃഷ്ടിയുടെ ലക്ഷ്യം അള്ളാഹിനെ കുറിച്ചിട്ട് സൃഷ്ടിജാലങ്ങൾ മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കുക? ഈ ആകാശ ഭൂമികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ആകാശഭൂമികൾക്കിടയിലുള്ള വിശാലമായ പ്രപഞ്ചത്തെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അത്ഭുതകരമായ സൃഷ്ടിജാലങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. കണ്ണഞ്ചി പോകുന്ന മനോഹാരിതയാർന്ന പ്രദേശങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിലുണ്ട്. അല്ലെ? നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ക്വാളിറ്റികളുള്ള, പ്രത്യേകതകളുള്ള, അത്ഭുതപ്പെടുത്തുന്ന സൃഷ്ടിജാലങ്ങൾ ഈ ലോകത്തുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്താ തിരിച്ചറിയേണ്ടത്? ഇതിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിന്റെ കഴിവിനെ കുറിച്ച്, കുദ്റത്തിനെ കുറിച്ച് ബോധ്യപ്പെടും. അവന് ബോധ്യപ്പെടും. അല്ലെ? ഇത്രയും -ഡിഗ്രിയുള്ള തണുപ്പിലും ജീവിക്കുന്ന ജീവികളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അല്ലാഹു തആലയുടെ സൃഷ്ടിജാലത്തിന്റെ ഒരു വൈദഗ്ധ്യം, ഒരു കഴിവ്, അത് ഓരോ മനുഷ്യനും ബോധ്യപ്പെടുകയും പഠിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ ലോകത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പലതും, സൃഷ്ടാവിനെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ആ റബ്ബിന് കീഴൊതുങ്ങണമെന്ന് മനുഷ്യന് ബോധ്യം വരാനുമാണ് ഈ രൂപത്തിലുള്ള സംവിധാനങ്ങൾ അല്ലാഹു തആല പടച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ ഫുള്ള് നടന്നു കാണുകയും ഇതൊരു അവസരമായി കണക്കാക്കി ഇതിങ്ങനെ മൊത്തം കണ്ടു തീർക്കുകയും അതിനപ്പുറത്ത് സൃഷ്ടാവിനുമായിട്ട് ഇത് ബന്ധപ്പെടുത്തുന്നില്ലെങ്കിൽ ഇതിൽ യാതൊരു അർത്ഥമില്ല. ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനാണ് ജീവിതം, ശരി തന്നെയാണ്. പക്ഷെ ആ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് നിർത്തിയിട്ട് അതിന്റെ ഒരു പടി അപ്പുറത്തേക്ക് ഒരിക്കലും ചിന്തിക്കാതിരിക്കുമ്പോൾ അത് ഒരു കാര്യമില്ല. വിനോദങ്ങളും അതുപോലെ ടൂറുകളും ഒക്കെ മനുഷ്യൻ പോകുന്നു, പലതും കാണുന്നു, അത്ഭുതപ്പെടുന്നു, കണ്ണഞ്ചി പോകുന്നു. അതിന്റെ ആസ്വാദനത്തിനപ്പുറത്ത് ഒരു പടി കൂടി കടന്ന് ചിന്തിക്കാൻ മനുഷ്യന് സാധിച്ചില്ല എങ്കിൽ അത് വൃഥാവിലായി. അതെന്താ? അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിന്റെ ഒരു ഖുദ്റത്ത്, റബ്ബിന്റെ കഴിവ്, അത് മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിലേക്ക് മനുഷ്യർ വളരണം. അതിനുവേണ്ടിയാണ് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുമെല്ലാം ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താണ് ആ ദൃഷ്ടാന്തങ്ങൾ? അള്ളാഹുവിന്റെ കഴിവാണ്. റബ്ബിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തആലയെ കുറിച്ച് മനുഷ്യന് ബോധ്യം വരും. കാരണം അത്ര വിശാലമായി കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ഒരു നിമിഷമെങ്കിലും മനുഷ്യൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സൃഷ്ടാവിന് കീഴൊതുങ്ങാൻ റബ്ബ് നൽകുമെന്ന് പറഞ്ഞതിൽ പ്രതീക്ഷ വെക്കാൻ ഒരു മനുഷ്യന് കഴിയില്ലേ? ഉറപ്പല്ലേ? ആ ഒരു മനുഷ്യന് അള്ളാഹുവിലുള്ള പ്രതീക്ഷ എത്രയായിരിക്കും? അള്ളാഹുവിന്റെ കഴിവിനെ ബോധ്യപ്പെട്ട ഒരു മനുഷ്യനും അള്ളാഹിന്റെ കഴിവിനെ ബോധ്യപ്പെടാത്തൊരു മനുഷ്യനും അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നത് എങ്ങനെയായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കൂലേ? അവന്റെ പ്രാർത്ഥനകളും അവന്റെ ആരാധനകളും വ്യത്യാസം ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. ഇനി തഫ്സീർ ഇബ്നു കസീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി, വലിയൊരു താബഈ പണ്ഡിതനാണ് ഇമാം മുജാഹിദ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ പഠനം അദ്ദേഹം പൂർത്തീകരിച്ചത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്
വിശുദ്ധ ഖുർആന്റെ ആദ്യാന്ത്യം വരെ, ആദ്യം മുതൽ അവസാനത്തെ സൂറത്ത് വരെ, സൂറത്തു നാസ് വരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ആവർത്തിച്ച് പഠിച്ച വ്യക്തിയാണ്. അത്രയും വലിയ പണ്ഡിതനാണ് ഇമാം മുജാഹിദ് എന്ന്. തഫ്സീറുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ ലത്തഖദ്നാഹു മിൻ ലദുന്നാ എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാം, പിന്നെ നാം എങ്ങാനും ഒരു വിനോദത്തിന് വേണ്ടി സൃഷ്ടിജാലങ്ങളെ സൃഷ്ടികളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ലത്തഖദ്നാഹു, അങ്ങനെ അള്ളാഹുവിന് കഴിയുമായിരുന്നു, സ്വീകരിക്കുമായിരുന്നു, മിൻ ലദുന്നാ, അതായത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന്. ഇനി തൊട്ടു മുമ്പുള്ള വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വമാ ഖലഖ്നാ ജന്നതൻ വലാ നാറൻ, അത് ആകാശഭൂമികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അള്ളാഹു സ്വർഗനരകങ്ങളെ പടച്ചത്, വലാ മൗതൻ വലാ ബഅസൻ, പുനരുദ്ധാരണം, അള്ളാഹു രണ്ടാമതൊരു പുനർജീവിതത്തെ അള്ളാഹു സൃഷ്ടിച്ചത്. അതുപോലെ മരണം, ഈ ലോകത്ത് മനുഷ്യരുടെ അവധിയാണ് മരണം, ആ മരണത്തെ അള്ളാഹു സംവിധാനിച്ചത്. വലാ ഹിസാബൻ, പിന്നീട് ആ മരണത്തെ തുടർന്ന് മനുഷ്യർക്കുണ്ടാകുന്ന വിചാരണയെ അള്ളാഹു സംവിധാനിച്ചത്. ഇതൊന്നും വെറുതെയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഒന്ന് മനുഷ്യന്റെ സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെ കണ്ടറിയുന്നു. മറ്റൊന്ന് അള്ളാഹു മനുഷ്യരിലൂടെ റബ്ബിന്റെ ഗുണഗണങ്ങൾ അത് വെളിപ്പെടാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതാണ് സൃഷ്ടികളെ സൃഷ്ടിച്ചതിന്റെ മറ്റൊരു റബ്ബിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരു ഗ്രാമീണനായ ഒരു വ്യക്തി, ആ വ്യക്തിയോട് ഒരു നിരീശ്വരവാദിയായ നിർമ്മതവാദിയായ ഒരാൾ തർക്കിക്കുകയാണ്. അപ്പൊ അയാൾ ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അറാബി പറഞ്ഞു, അതെ, ഞാൻ ദൈവമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോ ഈ വ്യക്തി അടുത്തത് ചോദിച്ചത്, അയാളൊരു സാധാരണക്കാരനാണ്. അപ്പോ വലിയ അറിവോ പഠനമൊന്നും ചെയ്യാത്ത ഒരാളാണ്. അയാൾ എങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്തിയത് എന്നാണ് ഈ നിരീശ്വരവാദിക്ക് അറിയേണ്ടത്. അയാൾ ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഈ ദൈവത്തെ കണ്ടെത്തിയത്? ദൈവമുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു, എന്താണ് അതിനുള്ള തെളിവ് എന്നാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ദൈവമുണ്ട് എന്നുള്ളതിന് ഒരു നിലത്ത് നിന്ന് വീണ് കിടക്കുന്ന ഒരു കാഷ്ടം അതിങ്ങനെ എടുത്തിട്ട് കാണിച്ചു ചോദിച്ചു, ഇതിങ്ങനെ പൊടിച്ചിട്ട് ചോദിച്ചു, ഈ കാഷ്ടം ഇതിലൂടെ ഒരു മൃഗം അത് സഞ്ചരിച്ചതിന്റെ ലക്ഷണമാണല്ലോ, അത് നിങ്ങൾ സമ്മതിക്കുമോ? അയാൾ പറഞ്ഞു, ആ ശരിയാണ്, ഒരു മൃഗം സഞ്ചരിച്ചതിന്റെ അടയാളാണിത്. ഇതുപോലെ തന്നെയാണ് ഈ വലിയ പ്രപഞ്ചം, വിശാലമായ പ്രപഞ്ചം, അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ കൂർവ, അതിന്റെ കെട്ടുറപ്പ്, അതിന്റെ വൈദഗ്ധ്യം, ഇത്രയും വലിയ ഒരു പ്രകൃതി ഇത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടു, ഇത്രയും വലിയ സൃഷ്ടിജാലം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇതിനൊരു സൃഷ്ടാവില്ലാതെ പോവുകയോ, ഇത്രയും വലിയ വിശാലമായ ഒരു ലോകത്തിന് ഒരു സൃഷ്ടാവ് ഇല്ലാതെ വരികയോ, അതുകൊണ്ട് ഈ ലോകത്ത് കാണപ്പെടുന്നതെല്ലാം അത് ചെറിയൊരു പൊടിപടലം മുതൽ വിശാലമായ ഈ പ്രപഞ്ചം വരെ ഒരു സൃഷ്ടാവിലേക്ക് എനിക്ക് കാണിച്ചു തന്നു. ഒരു സാധാരണക്കാരന്റെ ഉത്തരമാണ് അല്ലെ? ഒരു ആട്ടിടയനായ ഒരു അറാബിയായ ഒരു സാധാരണക്കാരൻ ദൈവത്തെ കണ്ടെത്തിയത് അവൻ കണ്ണിന് കാണുന്ന ഈ ലോകത്തിൽ നിന്ന് തന്നെ അവന് ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൃഷ്ടിജാലം, അള്ളാഹു സൃഷ്ടിച്ച ഈ സൃഷ്ടിജാലം, അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹങ്ങൾ, ഇതൊക്കെയും റബ്ബിന്റെ വൈഭവത്തെ, സൃഷ്ടി വൈഭവത്തെ കുറിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ആയത്ത് നമുക്ക് കാണാലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും അവൻ സൃഷ്ടിച്ചവനാണവൻ. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സൃഷ്ടിച്ചത്. വഹുവൽ അസീസുൽ ഗഫൂർ, അള്ളാഹു ഏറെ
പ്രതാപശാലിയും പാപങ്ങൾ പൊറുക്കുന്നവരുമാകുന്നു. അപ്പൊ ഇവിടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് ഒരു പരീക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. അപ്പൊ മലക്കുകളുടെ സൃഷ്ടിപ്പിൽ ഒരു പരീക്ഷണം ഉണ്ടോ? ഇല്ല. മനുഷ്യന്റെയും ജിന്നുകളുടെയും സൃഷ്ടിപ്പിലാണ് പരീക്ഷണമുള്ളത്. അവർക്ക് ഇച്ഛാ സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവരുടെ മുമ്പിൽ വെക്കപ്പെട്ടു. അതിനുള്ള സാഹചര്യങ്ങളും നൽകപ്പെട്ടു. അപ്പൊ മനുഷ്യന്റെ ജീവിതം പരീക്ഷണം തന്നെയാണ്. ഓരോരുത്തരുടെയും ജീവിതം അവനവൻ പെറുക്കിക്കൂട്ടുന്നതാണ്. ഓരോ ദിവസങ്ങളിലായി അവന്റെ മുമ്പിൽ ചെന്ന് മുട്ടുന്ന കാര്യങ്ങളിൽ നിന്നും അവൻ പെറുക്കി വെക്കുന്ന, അവൻ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് അവന്റെ ഭാവി ജീവിതത്തെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. മലക്കുകളിൽ ഒരിക്കലും അത് സാധ്യമാണോ? മലക്കുകളിൽ ആ പരീക്ഷണം ഉണ്ടോ? മനുഷ്യരിലുണ്ടോ പരീക്ഷണം? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും, തെറ്റ് ചെയ്യാനും സാധിക്കും, നന്മ ചെയ്യാനും സാധിക്കും. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ആ പരീക്ഷണം സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. കാരണം മലക്കുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർ അവരുടെ ഉപരിയിൽ നിന്നുള്ള രക്ഷിതാവിനെ ഭയക്കുന്നു. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെടുന്നതെല്ലാം അവർ ചെയ്യുന്നു. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാതെ അവർക്ക് കഴിയില്ല. അല്ലാഹ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും, മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞതാണ് ലാ യഅസൂന അല്ലാഹു മാ അമറഹും. അല്ലാഹ് കൽപ്പിച്ച ഒന്നിനോടും അവരൊരിക്കലും എതിര് പ്രവർത്തിക്കുന്നവരല്ല മലക്കുകൾ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാൻ മാത്രമേ അവർക്ക് സാധ്യമാവുകയുള്ളൂ. അവരുടെ ഖിൽഖത്ത് തന്നെ, അവരുടെ സൃഷ്ടിപ്പ് തന്നെ നന്മയിൽ മാത്രമാണ്. നന്മ ചെയ്യാൻ മാത്രമേ പിന്നെ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഈ പരീക്ഷണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വെച്ചിട്ടുള്ളതാണ്. അവരുടെ ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചത് ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ്. അത് അല്ലാഹ്ക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല. ഇവനെന്താ ചെയ്തു നോക്കാന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ, ഇവനൊന്ന് സൃഷ്ടിച്ചു നോക്കാലോ, ഈ നിലക്ക് അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയല്ല ഒരിക്കലും. അള്ളാഹ്ക്കത് ഏത് സൃഷ്ടികളെ സൃഷ്ടിക്കുമ്പോഴും അതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെന്നുള്ളതാണ്. അപ്പോ ആകാശഭൂമികളിലെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്നുള്ളത് പിന്നെ യുക്തിസഹജമാണ്. അള്ളാഹുവിന്റെ എല്ലാ പ്രവൃത്തിക്കും പിന്നിലും ഒരു ഹിക്മത്ത് ഉണ്ടായിരിക്കും. അള്ളാഹ് ഒരിക്കലും വെറുമ്പണി ചെയ്യുക എന്ന് പറയുന്നൊരവസ്ഥ ദൈവത്തിന്, അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവുകയില്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിനോദത്തിന്, ഇവിടെ പറഞ്ഞാൽ ഒരു വിനോദത്തിന് വേണ്ടിയുള്ള സൃഷ്ടിപ്പ്, ഒരിക്കലും വിനോദം എന്ന് പറയുന്നതിലേക്ക് അള്ളാഹു ആവശ്യക്കാരനല്ല. ഒരു കളി തമാശ എന്ന് പറഞ്ഞത്, ഒരു മടുപ്പ് എന്ന് പറയുന്നത്, ഒരു വിനോദം ആവശ്യമായി വരിക എന്നുള്ളത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അത് മനുഷ്യന്റെ ദുർബലതകളാണ്, അത് മനുഷ്യനെ ബാധിക്കുന്ന ചാബല്യങ്ങളാണ്. മനുഷ്യന് മാത്രമേ ഉണ്ടാവുള്ളൂ. മടുക്കുക, ഒരു സമയം മടുക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയും, അതുപോലെ പിന്നെ ഒരു വിനോദം ആവശ്യമാവുക എന്നുള്ളതും, മാനസിക ഉല്ലാസവും ശാരീരിക ഉല്ലാസങ്ങൾക്ക് വേണ്ടി ഒരു വിനോദം ആവശ്യമായി വരിക എന്നൊക്കെ പറഞ്ഞത് സൃഷ്ടികളുടെ ദൗർബല്യങ്ങളും ന്യൂനതകളുമാണ്. അതൊരിക്കലും അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ചാബല്യങ്ങളിൽ നിന്നും ദുർബലതകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് എന്നുള്ളതാണ്. ഇനി വിശുദ്ധ ഖുർആൻ ഇത്തരക്കാരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വചനത്തിൽ അങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില ദാലിക ظنُّ الذين كفروا فويل للذين كفروا من النار. സൂറത്ത് സ്വാദിലെ 28-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു പറയുന്നത് എന്താ വെച്ചാൽ, ചില മനുഷ്യർ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില. ആകാശത്തെയും ഭൂമികളെയും, ഇതേ ആശയത്തിൽ അല്ലാഹു പറയാണ്, ആകാശത്തെയും ഭൂമിയെയും അല്ലാഹു വമാ ബൈനഹുമാ, അതിനിടയിലുള്ള ഒന്നിനെയും അല്ലാഹു ബാത്തിലൻ, ഒരർത്ഥമില്ലാതെ നിരർത്ഥകമായി വെറുതെ ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ല. ദാലിക ظنُّ الذين كفروا. അവിശ്വാസികളുടെ ധാരണ അങ്ങനെയാണെന്ന് അല്ലാഹു പറയണം. അപ്പൊ അവിശ്വസിച്ച ചില ആൾക്കാർക്ക്, ദീനിൽ വിശ്വാസമില്ലാത്ത, മതത്തിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ചില ആളുകൾ അങ്ങനെ കരുതുന്നുണ്ട്. ഇതൊക്കെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് കരുതുന്നുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. ഫവൈലുൽ ലില്ലദീന കഫറൂ മിനൻ നാർ. അങ്ങനെ വിശ്വസിച്ച, അങ്ങനെ ധരിച്ചു വെച്ച ആളുകൾക്ക് നരകം നിമിത്തം, ആ അവിശ്വസിച്ചവർക്ക് നാശം
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ആശയം പേറുന്ന അവിശ്വാസികളെ സംബന്ധിച്ച് അഭിസംബോധന ചെയ്ത് സൂറത്തു സ്വാദിലെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, പിന്നെ ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിൽ, അടുത്തൊരു 18ാമത്തെ വചനം സൂചിപ്പിക്കുന്നത് ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിൽ, സത്യത്തെ കൊണ്ട് അസത്യത്തിന്റെ മുകളിൽ അല്ലാഹു എറിയുന്നു എന്ന്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു റിയലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആശയാർത്ഥം ആണ് അവിടെ ഉദ്ദേശം, വാക്കർത്ഥമല്ല. വാക്കർത്ഥം ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്, അതോടൊപ്പം അതൊരു ആലങ്കാരികമായ രൂപത്തിലാണ് പിന്നെ അതിന്റെ വാക്കർത്ഥത്തെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് സത്യവും അസത്യവും ലോകത്തിന്റെ തുടക്കം മുതൽ സത്യവും അസത്യവും കൊമ്പുകോർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച പിന്നെ തുടക്ക സമയം മുതൽ സത്യാസത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അള്ളാഹു ഏൽപ്പിച്ച സന്ദേശങ്ങളിൽ നിന്നും മനുഷ്യനെ തെറ്റിക്കാൻ ഉള്ള പ്രവണതകൾ പൈശാചികമായി കൊണ്ട് പിശാചിന്റെ പക്കൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മനുഷ്യന്റെ തുടക്ക സമയം മുതൽ അത് നടന്നു വന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ അത് പഠിക്കുന്ന ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം തോന്നുക അസത്യമാണ് വിജയിക്കുന്നത്, സത്യത്തിന്റെ മുകളിൽ അസത്യം കയറിയിരിക്കുകയാണ് എന്ന് ആളുകൾക്ക് പുറമെ അതിന്റെ ഒരു പിന്നെ മോടിയും ദാടിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് തോന്നും അസത്യത്തിനാണ് മേൽക്കോയ്മയുള്ളത് എന്ന് തോന്നും. പക്ഷേ പിന്നെ ഒരു നിമിഷമല്ല, ഒരു സംവത്സരം തന്നെ അസത്യം ദീർഘകാലം ഈ ഭൂമിയിൽ ഉണ്ടായെങ്കിൽ പോലും ഒരു അറുതി എത്തിക്കഴിഞ്ഞാൽ, കനം തൂങ്ങിക്കഴിഞ്ഞാൽ തൂങ്ങുമെന്ന് പറയില്ലേ, കനം വന്നു കഴിഞ്ഞാൽ, കനം തികഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങുമെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ ഈ അസത്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസന്മാർഗത്തെ എല്ലാ കാലത്തും ഈ ഭൂമി ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ടുണ്ട്. അതിലേക്കാണ് 11ാമത്തെ വചനം അല്ലാഹു സൂചിപ്പിച്ചു, വകം ഖസംന മിൻ ഖറിയത്തിൻ, എത്രയെത്ര നാടുകളെയും ആളുകളെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഈ ലോകത്ത് ധിക്കാരം പേറിക്കൊണ്ടിരുന്ന ആളുകൾ ഒരു പരിധി വരെ അവർ ഈ ലോകത്ത് അല്ലാഹു സമയം കൊടുത്തിട്ടുണ്ട്, അവരാ ധിക്കാരം പിന്നെ ഈ ലോകത്ത് സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അവധി എത്തിത്തീരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിൽ, സത്യത്തെ കൊണ്ട് അസത്യത്തിന് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എറിയുന്നു. ഫയദ്മഗുഹു, അങ്ങനെ ആ അസത്യം തകർന്നടിയുന്നു. ഫഇദാ ഹുവ സാഹിഖ്, അതോടുകൂടി തുടച്ചു നീക്കപ്പെടുന്ന രൂപത്തിൽ, ആ അസത്യം തുടച്ചു നീക്കപ്പെടുന്ന രൂപത്തിൽ ഈ ഭൂമി ലോകത്തിൽ നിന്ന് പിന്നെ നാമാവശേഷമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. പിന്നെ വകം ഖസംനാ മിൻ ഖറിയത്തിൻ കാനത് ളാലിമതൻ വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ. വകം ഖസംനാ മിൻ ഖറിയത്തിൻ, എത്രയെത്ര ഗ്രാമക്കാരെയാണ്, നാട്ടുകാരെയാണ്, പിന്നെ നാം അക്രമികളായ നാട്ടുകാരെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ, പിന്നെ അതിനുശേഷം മറ്റു ചില സമൂഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ സത്യത്തിന്റെ കൂടെ കൂടുന്ന ഒരു വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് കൊണ്ടുവന്നു എന്നുള്ള. അപ്പോ അത് എല്ലാ കാലത്തും അല്ലാഹു തആല എല്ലാ കാലത്തും റബ്ബിന്റെ ഒരു സംവിധാനം അങ്ങനെയാണ്. എന്നാൽ കാലാകാലങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആ സത്യം ഇവിടെ നിലനിർത്തിപ്പോലും അത് കുറച്ച് ന്യൂന വിഭാഗത്തിലൂടെയാണെങ്കിലും ഖിയാമം വരെ ഈ സത്യം ഉൾക്കൊള്ളുന്ന, ഈ സത്യം സ്വീകരിക്കാൻ ആളുകൾക്ക് അവസരം ഉണ്ടാകുന്ന രൂപത്തിൽ അത് അല്ലാഹു ഇങ്ങനെ നിലനിർത്തി പോരും എന്നുള്ളതാണ്. അത് അള്ളാഹുവിന്റെ ഒരു സമ്പ്രദായമാണ്. ഇപ്പോ പിന്നെ പിന്നീടുള്ള ഒരു ആയത്തിന്റെ ഒരു ഭാഗം എന്താ പറഞ്ഞത്, ഫവൈലുൻ, ഏറ്റവും അവസാനത്തെ ആയത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ, വലകുമുൽ വൈൽ, നിങ്ങൾക്കാകുന്നു നാശം, മിമ്മാ തസിഫൂൻ, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെ പറ്റി. ഇപ്പൊ അള്ളാഹിനെ കുറിച്ചിട്ട് പിന്നെ മക്കത്തെ പിന്നെ മുശ്രിക്കീങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് പിന്നെ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നാണ്, മലക്കുകൾ അള്ളാഹിന്റെ പെൺമക്കളാണ് എന്നാണ് പറഞ്ഞുണ്ടാക്കിയത്. അപ്പൊ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പെൺമക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപമാന ഭാരം കൊണ്ട് നിങ്ങൾ കുഴിച്ചു മൂടുന്നു, എന്നിട്ട് അള്ളാഹ്ക്ക് പെൺമക്കൾ നിങ്ങൾ ചേർത്തി പറയുകയാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ ഗണ്ണിക്കുന്നത്. അവർക്ക് പെൺമക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴിച്ചു മൂടാണ് നാണക്കേട് കൊണ്ട്. അങ്ങനെ ഒരു പെൺമക്കൾ അവർക്കുണ്ട് എന്ന് പറയുന്നത് സ്ഥിരീകരിക്കാനോ അത് പറഞ്ഞടക്കാനോ പോലും അവർ തയ്യാറല്ല ജാഹിലിയ അറബികൾ. എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് അവർ പറയുന്നതോ മലക്കൾ അള്ളാഹിന്റെ പെൺമക്കളാണ് എന്നുമാണ്. അപ്പൊ ഇതെങ്ങനെ ശരിയാവും എന്നുള്ള ആ വൈരുദ്ധ്യാത്മകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പിന്നെ അവരെ എതിർക്കുന്നത്, ആശയപരമായി എതിർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് പിന്നെ
ജൂത ക്രൈസ്തവർ അവര് പറഞ്ഞത് ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്നാണ്. ദൈവത്തിനൊരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ ദൈവത്തിന് ഒരു പുത്രനുണ്ട് എന്നാണ് അവർ വാദിച്ചത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഗൗരവം ഖുർആൻ പറഞ്ഞതുപോലെ മറ്റൊരിടത്തും പറഞ്ഞിട്ടില്ല. എന്താണ് ഗൗരവം? തകാദു സമാവാതു യതഫത്തർന. ആ ഒരു ആശയത്തിന്റെ ഒരു ഘനഗാംഭീര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര ഗൗരവകരമായിക്കൊണ്ടാണ് ഖുർആൻ അതിനെ പറഞ്ഞത്. അപ്പൊ ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിൽ എത്ര ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒന്നാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 90-ാമത്തെ ആയത്തിൽ, അത് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ സൂറത്തു മറിയം എടുത്തിരുന്നപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു. തകാദു സമാവാതു യതഫത്തർന. ആകാശങ്ങൾ പൊട്ടിപ്പിളരാൻ മാത്രം ഉള്ള വർത്തമാനമാണത്. വതൻശഖുൽ അർള്. ഭൂമി വിണ്ടുകീറിപ്പോകാൻ മാത്രമുള്ള വർത്തമാനമാണത്. വതഖിറുൽ ജിബാലു ഹദ്ദാ. പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കാൻ മാത്രമുള്ള, പൊട്ടിത്തെറിച്ചു വീണ് നിലംപതിക്കാൻ മാത്രമുള്ള വർത്തമാനങ്ങൾ. എന്നുവെച്ചാൽ ഈ ലോകത്തിന്റെ നാശം, അത് സമ്പൂർണ്ണ നാശം, അതിന് പോകുന്നതാണ് ആ വർത്തമാനം എന്നുള്ളതാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ചിട്ട് ഒന്ന് അറിവില്ലാത്തത് കെട്ടിച്ചമക്കുന്നതിന് പറഞ്ഞത്. അള്ളാഹിനെ കുറിച്ചിട്ട് അറിവില്ലാത്തത് പറയുകയെന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവകരമായ ഒന്നാണ്. അള്ളാഹിനെ കുറിച്ച് മോശമായ ഒന്ന് പറയുക എന്നുള്ളത്. ഇനി തൊട്ടടുത്ത വചനത്തിൽ 2 വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കാനുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون. ഈ ആയത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യർ അള്ളാഹനെ ആരാധിക്കാത്തതിന്റെ ഒരു മനുഷ്യന് അഹങ്കാരം നടിച്ച് അള്ളാഹനെ ആരാധിക്കാനൊന്നും നേരല്ലാതെ മനുഷ്യൻ ഓടിപ്പായുന്നതിന്റെ ഒരു സ്വയം അപഹാസ്യരാകുന്നത് ഈ ജഗന്യനാഥവായ അള്ളാഹുവിനെ, ഇത്രയും കഴിവുറ്റ ഗുണഗണങ്ങൾ അടങ്ങിയ പടച്ചവനെ ആരാധിക്കാതിരിക്കുന്നത് മനുഷ്യന്റെ കുറവായിക്കൊണ്ട് മനുഷ്യൻ തിരിച്ചറിയണം എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയത്താണ്. ശരിക്കും ആയത്ത് നോക്കൂ നിങ്ങൾ. വലഹു മൻഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. അല്ലാഹു പറയാണ്, നിങ്ങൾ നടക്കുന്ന നിങ്ങളടക്കം അതല്ല അടിമ എന്ന് പറയുന്നത്. നമ്മൾ അല്ലാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞത് നമ്മുടെ ഈ ശരീരമടക്കം, നമ്മൾ ആ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവടക്കം, നമുക്ക് കൈകളിൽ വന്നു ചേർന്ന എന്തൊക്കെയുണ്ടോ, അതൊരു കഴിവുകളാകട്ടെ, പിന്നെ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അള്ളാഹിന്റേതാണെന്നാണ് പറഞ്ഞത്. അത് നിങ്ങളുടേതല്ല, അള്ളാഹുവിൻ്റെതാണ് എന്നാണല്ലോ പറയുന്നത്. അത് സ്ഥാപിച്ചെടുത്തിട്ട് പിന്നെ പറയാണ് വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതി. അള്ളാഹുവിന്റെ അടുക്കലുള്ളവർ ഒരിക്കലും അള്ളാഹുവിനെ ആരാധന ചെയ്യുന്നതിൽ നിന്ന് അഹങ്കരിച്ച് നിൽക്കുന്നില്ല എന്നതാണ്. അതാരാണ്? അള്ളാഹിന്റെ അടുക്കലുള്ള ആളുകൾ മലക്കുകളാണ്. മലക്കുകൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് യാതൊരു നിലക്കും അഹങ്കരിക്കുന്നില്ല. മനുഷ്യനോട് പറയണം, മനുഷ്യ നീ അടക്കം, നീ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി അടക്കം എന്റേതാണ്. ഒരിക്കലും മലക്കുകൾ പിന്നെ നിങ്ങളെ പോലെ എന്നെ ആരാധിക്കുന്നതിൽ നിന്നും അഹങ്കരിച്ച് പിന്നെ ദാഷ്ട്യം ദുർശാഠ്യം കൊണ്ട് ഇങ്ങനെ
പിന്നെ അഹങ്കാരിയായിക്കൊണ്ട് നടക്കുന്നില്ല എന്ന് പറയാം. ശരിക്ക് മനുഷ്യനേക്കാളും എത്രയോ വലിയ സൃഷ്ടികളാണ് ശരിക്കും മലക്കുകൾ. എത്ര വലിയ സൃഷ്ടിജാലാണ് മനുഷ്യനേക്കാളും സൃഷ്ടികൾ. പിന്നീട് പറയാണ് വലാ യസ്തഹ്സിറൂൻ, അവരൊരിക്കലും ആരാധന എടുത്തിട്ട് പിന്നെ ആരാധന എടുത്ത് ക്ഷീണിക്കുകയോ കുഴങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. മടുപ്പ് വന്നിട്ട് റബ്ബിനെ ആരാധിച്ചിട്ട് മടുപ്പ് വന്നിട്ട് ക്ഷീണിച്ച് കുഴങ്ങുന്നവരല്ല. ഈ ഒരു ചോദ്യം മലക്കുകൾ ചോദിച്ചിട്ടുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ. പടച്ചോനെ, ഞങ്ങൾ തന്നെ നിന്നെ ആരാധിക്കുന്നുണ്ടല്ലോ, തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? അപ്പൊ അവിടെ ഒരു ചോദ്യം മലക്കുകൾക്ക് എങ്ങനെ മനസ്സിലായി? പിന്നെ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണെന്നാണല്ലോ പറയുന്നത്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ഈ മനുഷ്യരെന്തിനാണ് സൃഷ്ടിക്കുന്നത്? ഞങ്ങൾ നിനക്ക് ഖാലു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക എന്നാണ് പറഞ്ഞത്. മലക്കുകൾക്ക് എങ്ങനെയാണ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യർ ഇത്തരക്കാരാണെന്ന് മനസ്സിലായത്? അപ്പൊ അത് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ, മലക്കുകൾക്ക് അറിയാവുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് മനുഷ്യനെ സംബന്ധിച്ച്. മനുഷ്യൻ എത്തരക്കാരനാണ്, എങ്ങനത്തവനാണ് എന്നൊക്കെയുള്ള ചില അറിവുകൾ മനുഷ്യനെ കുറിച്ച്, മനുഷ്യന്റെ സൃഷ്ടിപ്പിന് മുമ്പ് മലക്കുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, സൃഷ്ടിക്കുമ്പോൾ തന്നെ മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കുന്നത്, ഇബാദത്ത് എടുക്കാനാണെങ്കിൽ എമ്പാടും ഇബാദത്ത് ഞങ്ങൾ തന്നെ എടുക്കണമെന്നുണ്ടല്ലോ. അപ്പൊ മലക്കുകളെ കുറിച്ചിട്ട്, മലക്കുകളുടെ ആരാധനയെ കുറിച്ചും, മലക്കുകൾ ഒരിക്കലും മടുപ്പ് വരാതെ റബ്ബിനെ ആരാധിക്കുന്നവരാണ്. യുസബ്ബിഹൂനൽ ലൈല വന്നഹാർ, രാപ്പകലുകളില്ലാതെ അവർ അള്ളാഹുവിനെ സ്തോത്ര കീർത്തനങ്ങൾ ചെയ്യുന്നു. ലാ യഫ്തുറൂൻ എന്നാണ് പറഞ്ഞത്. അവർക്ക് ഒരിക്കലും തളരുന്നില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അവർ ഒരു തളർച്ചയും അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ മാലിക് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര പോയല്ലോ. അപ്പോൾ ഓരോ ആകാശ ലോകങ്ങൾ തുറക്കാൻ ആവശ്യപ്പെട്ടു. അത് തുറന്നു കിട്ടി. പിന്നെ മുഹമ്മദിന് വേണ്ടി തുറക്കപ്പെടാൻ അനുവാദമുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടു. അനുവാദമുണ്ട് എന്ന് പറയപ്പെട്ട അവസരത്തിൽ ആകാശ കവാടങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുഹമ്മദ് നബിക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടു. അപ്പോ ആ ഹദീസിൽ കാണാം, പിന്നെ ഏഴാനാകാശത്തിനും അപ്പുറത്ത് ആകാശലോകത്ത് വെച്ച് ഫറുഫിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ റസൂൽ തന്നെ പറയാൻ, ഫറുഫിയ അലി അൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂർ എനിക്ക് വേണ്ടി ഉയർത്തപ്പെട്ടു, എന്നുവെച്ചാൽ കാണിക്കപ്പെട്ടു. ആ സമയത്ത് ഫസഅൽതു ജിബ്രീൽ, ജിബ്രീലിനോട് ചോദിച്ചു, ഇത് എന്താണ് ഇങ്ങനെ ഒരു എടുപ്പ്, ഒരു നിർമ്മിതി കാണുന്നത്, അത് എന്താണ് എന്നറിയാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദൽ ബൈത്തുൽ മഅമൂർ, ഈ ബൈത്തുൽ മഅമൂർ ഉണ്ടല്ലോ, യുസല്ലി ഫീഹി കുല്ല യൗമിൻ 70,000 മലക്, 70,000 വരുന്ന മലക്കുകൾ ഈ ബൈത്തുൽ മഅമൂറിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ അല്ലാഹു തആലയ്ക്ക് ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇദാ ഖറജു ലം യഊദു ഇലൈഹി കുല്ല യൗമിൻ എന്നാണ് പറഞ്ഞത്. എല്ലാ ദിവസങ്ങളിലും 70,000 മലക്കുകൾ ഈ ബൈത്തുൽ മഅമൂറിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. കുല്ല യൗമിൻ, എല്ലാ ദിവസവും. ഇദാ ഖറജു ലം യഊദു ഇലൈഹി, ആ ഒരു സംഘം മലക്കുകൾ അവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലത്തും അവർ ഉള്ളിലേക്ക് തിരിച്ചു പോവുകയില്ല. അപ്പോ ഓരോ ദിവസങ്ങളിലും ബൈത്തുൽ മഅമൂറിലേക്ക് കടന്നു പോകുന്ന മലക്കുകൾ വേറെ വേറെ മലക്കുകളാണെന്ന് അർത്ഥം. അതാണ് അസംഖ്യം മലക്കുകൾ, എണ്ണമറ്റ മലക്കുകൾ അല്ലാഹു തആലയ്ക്ക് ആരാധനകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് വലാ യസ്തഹ്സിറൂൻ, അവർ തളരുന്നില്ല. വലാ യസ്തക്ബിറൂന അൻ ഇബാദതി, അല്ലാഹുവിനെ ആരാധന എടുക്കുന്നതിൽ നിന്നും അവരൊരിക്കലും അഹങ്കാരം നടിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇനി എന്താണ് ബൈത്തുൽ മഅമൂർ എന്നൊരു വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിൽ, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഏഴാം ആകാശത്തിലെത്തിയപ്പോൾ അന്നൽ ബൈത്തുൽ മഅമൂർ ഫിസ് സമാഇ സാബിഅ യദ്ഖുലുഹു കുല്ല യൗമിൻ 70,000 മലക്കിൻ ലാ യഊദൂന ഇലൈഹി, 70,000 മലക്കുകൾ ഏഴാം ആകാശത്ത് വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മഅമൂറിനെ കണ്ടപ്പോൾ ആ ബൈത്തുൽ മഅമൂറിലേക്ക് 70,000 മലക്കുകൾ കയറിപ്പോവുകയും അവർ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഖിയാമം വരെ അവരതിലേക്ക് തിരിച്ചു പോവുകയില്ല.
എന്നാൽ എല്ലാ ദിവസവും അത്തരത്തിൽ 70,000-ഓളം മലക്കുകൾ ബൈത്തുൽ മഅമൂറിലേക്ക് ആരാധനകൾക്ക് വേണ്ടി കയറി പോകുന്നു എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അസ്ഹാബിഹി, റസൂലുള്ളാഹി തന്നെ സ്വഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഹൽ തദ്റൂന മൽ ബൈത്തുൽ മഅമൂർ, നിങ്ങൾക്ക് മനസ്സിലായോ ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ സ്വഹാബിമാര് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, ഏറ്റവും നന്നായി അല്ലാഹുവിന്റെ റസൂലിന് മാത്രമേ അറിയുകയുള്ളൂ. റസൂലുള്ളാഹി പറയാൻ, ഫഇന്നഹു മസ്ജിദുൻ ഫിസ്സമാ, ആകാശലോകത്തിലുള്ള ഒരു പള്ളിയാണ്, തഹ്തഹു അൽ കഅബ ലൗ ഖറ ലഖറ അലൈഹാ, അതിന്റെ താഴെയാണ് കഅബാലയം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ കഅബാലയം സ്ഥിതി ചെയ്യുന്നത് അതിന് താഴെയാണ്. ലൗ ഖറ ലഖറ അലൈഹ, അതെങ്ങാനും തകർന്നു വീണാൽ അത് കഅബാലയത്തിന് താഴെ മുകളിലായിരിക്കും തകർന്നു വീഴുക. അപ്പൊ കഅബാലയത്തിന് നേരെ ഉപരിയിലായിക്കൊണ്ട് മുകളിലായിക്കൊണ്ട് പിന്നെ ഏഴാനാകാശത്ത് സ്ഥിതി ചെയ്യുന്ന മലക്കുകളുടെ ആരാധനാലയമാണ് ബൈത്തുൽ മഅമൂർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. തഫ്സീർ ഇബ്നു കസീറിൽ ഇത് സംബന്ധമായി നമുക്ക് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാം, സബത ഫി സ്വഹീഹ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹദീസിൽ ഇസ്റാഇ ബഅദ മുജാവസതിഹി ഇല സമാഇ സാബിഅ, ബുഖാരി മുസ്ലിമിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരു കാര്യമാണ്, റസൂലുള്ളാഹി ഇസ്റാ മിഅറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാനാകാശം താണ്ടിയപ്പോൾ അവിടെ വെച്ച് ബൈത്തുൽ മഅമൂർ നബി നേർക്കുനേരെ കണ്ടു എന്നുള്ളത്. റസൂലുള്ളാഹി പറയുന്ന ഹദീസിൽ, സുമ്മ റുഫിഅ ബി ഇലൽ ബൈത്തുൽ മഅമൂർ വഇദാ ഹുവ യദ്ഖുലുഹു ഫീ കുല്ലി യൗമിൻ 70,000 മലക്കിൻ ലാ യഊദൂന ഇലൈഹി ആഖിറു മാ അലൈഹിം. പിന്നെ 70,000-ഓളം മലക്കുകൾ അതിലേക്ക് കടക്കും. പിന്നെ അവർ തിരിച്ചു മടങ്ങുന്ന സമയത്ത് മറ്റൊരു കൂട്ടം മലക്കുകൾ അതിലേക്ക് പ്രവേശിക്കും. അവരുള്ളപ്പോൾ മറ്റൊരു കൂട്ടം സംഘം മലക്കുകൾ അവിടെ പ്രവേശിക്കുകയില്ല. ആ നിലക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള റബ്ബിന്റെ മലായിക്കത്തുകൾ അള്ളാഹുവിന് ആരാധനകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം അസംഖ്യം വരുന്ന എണ്ണമറ്റ മലക്കുകൾ അള്ളാഹ്ക്ക് ആരാധന എടുക്കുമ്പോൾ മനുഷ്യൻ അഹങ്കരിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ അഹങ്കരിച്ച് ആരാധനകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കുന്നത് മനുഷ്യനാണ് അതിന് കുറവ്. ഈ റബ്ബിനെ ആരാധിക്കാൻ കഴിയാതെ പോകുന്നതിൽ മനുഷ്യനാണ് ഈ ലിബ്ബിനാകുന്നത്, മനുഷ്യനാണ് മോശക്കാരനാകുന്നത്. ഇനി അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം, യതഅബ്ബദൂന ഫീഹി വയതൂഫൂൻ, അതിൽ ആരാധനകൾ എടുക്കുന്നു, വയതൂഫൂൻ കമാ യതൂഫു അഹ്ലുൽ അർളി ബികഅബതി, ഈ ഭൂമി ലോകത്തുള്ളവർ കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ പിന്നെ ആകാശ ലോകത്ത് മലായിക്കത്തുകൾ ആ ബൈത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നു. കദാലിക ദാക്കൽ ബൈത്തു ഹുവ കഅബത്തു അഹ്ലി സമാഇ സാബിഅ, ഏഴാനാകാശ ലോകത്തുള്ള മലായിക്കത്തുകളുടെ കഅബയാണ് അത്. കഅബയുടെ സ്ഥാനത്തിരിക്കുന്ന ആരാധനാലയമാണ് ബൈത്തുൽ മഅമൂർ എന്നാണ്. വലിഹാദ വജദ ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാം മുസ്നദൻ ലഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ, കാരണം ഏഴാനാകാശത്ത് നബി പോകുമ്പോൾ ഇബ്രാഹിം നബിയെ പിന്നീട് കാണിക്കപ്പെടുമ്പോൾ ഇബ്രാഹിം നബി ചാരിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ഏതിലേക്കാണ് ചാരിയിരിക്കുന്നത്? ബൈത്തുൽ മഅമൂറിലേക്ക് ഇബ്രാഹിം നബി ചാരിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇബ്രാഹിം നബിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു എന്ന് പറയപ്പെടുന്നത് ബൈത്തുൽ മഅമൂർ, ഏഴാനാകാശത്തിലെ ബൈത്തുൽ മഅമൂർ ചാരി ഇബ്രാഹിം നബി ഇരിക്കുന്നതായിക്കൊണ്ടാണ് നബിക്ക് കാണിക്കപ്പെട്ടത്. ലിഅന്നഹു, അവിടുന്നാണ് ഇബ്രാഹിം നബി പറയുന്നത്, പിന്നെ മോനെ, നീ നിന്റെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പറയണം, അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബ, കസ്തൂരിയാണ് സ്വർഗത്തിലെ മണ്ണ്, പിന്നെ സുഗന്ധപൂരിതമാണ്, വെളുത്ത മണ്ണാണ്, കസ്തൂരിയുടെ മണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിമളമുള്ള മണ്ണാണ് പിന്നെ സ്വർഗത്തിൻ്റെതെന്ന് നീ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ ഘട്ടത്തിൽ ആ പറയപ്പെട്ട ഹദീസിലുള്ളത് ഈ രൂപത്തിലാണ്. അപ്പോൾ ഇബ്രാഹിം നബി എന്തിലേക്കാണ് ആ ചാരിയിരിക്കുന്നത്? ബൈത്തുൽ മഅമൂറിലേക്കാണ് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ലിഅന്നഹു ബാനിയൽ കഅബത്തുൽ അർളിയ, കാരണം ഭൂമിയിലെ കഅബ പുനർനിർമ്മിച്ച ആളാണ് ആര്? ഇബ്രാഹിം നബി. അപ്പോ വൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അദ്ദേഹം എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതിന് തത്തുല്യമായി കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണാനന്തരം പ്രതിഫലം നൽകപ്പെട്ടു. അപ്പോൾ ഭൂമിയിൽ കഅബാലയം പുനർനിർമ്മിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, ആ നന്മ ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ മരണാനന്തരം അള്ളാഹു നൽകുന്ന പിന്നെ പ്രതിഫലം
അതിന് തത്തുല്യമായ രൂപത്തിലാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത് എന്നാണ്. പിന്നീട് വഫി കുല്ലി സമാഇൻ ബൈത്തുൻ യുതഅബ്ബദു ഫീഹി അഹ്ലുഹാ വയുസല്ലൂന ഇലൈഹാ, എല്ലാ ആകാശലോകത്തും വല്ലദീ ഫിസ് സമാഇ ദുനിയ യുഖാലു ലഹു ബൈത്തുൽ ഉസ്സ, ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശലോകമാണ് സമാഉദ്ദുനിയ, ഒന്നാം ആകാശം. ഈ സമാഉദ്ദുനിയയിലുള്ള ഒരു ബൈത്താണ് ബൈത്തുൽ ഉസ്സ. ഇങ്ങനെ ഓരോ ആകാശങ്ങളിലും ബൈത്തുണ്ട് എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എങ്കിലും ഹദീസുകളിൽ ആ രൂപത്തിൽ എല്ലാ ആകാശങ്ങളിലുമുണ്ട് എന്നുള്ളതിനെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കത് സ്വീകാര്യോഗ്യമല്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഹദീസിൽ ആ രൂപത്തിൽ എല്ലാ ആകാശലോകത്തും ഈ രൂപത്തിൽ ബൈത്തുണ്ട് എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് അത് സ്വീകാര്യോഗ്യമല്ല. ആകാശലോകത്തോട് ഏറ്റവും അടുത്തതാണ് വിശുദ്ധ ഖുർആൻ ഇറക്കി എന്ന് പറയപ്പെടുന്നത് ബൈത്തുൽ ഉസ്സയിലേക്ക് ഇറക്കപ്പെട്ടു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങിയത് എവിടുക്കാം? ലൈലത്തുൽ ഖദർ ഖുർആൻ ഇറക്കി കഴിഞ്ഞാൽ എല്ലാം ഖുർആന്റെ ആയത്ത് ഇറങ്ങിയുള്ളൂ? ഇല്ലല്ലോ. അപ്പൊ സമാഉദ്ദുനിയയിലേക്ക് ബൈത്തുൽ ഉസ്സയിലേക്ക്, ആ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശലോകമാണ് ഒന്നാം ആകാശം അഥവാ സമാഉദ്ദുനിയ. അതിലുള്ള ബൈത്താണ് ബൈത്തുൽ ഉസ്സ. അതിലേക്ക് ഇറക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് എങ്ങനെയാണോ അതേ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ അത് ബൈത്തുൽ ഉസ്സയിലേക്ക് ഇറക്കപ്പെട്ടു എന്നുള്ളതാണ് ആ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി എന്നതിന്റെ ആ ഒരു സൂചന എന്ന് പണ്ഡിതന്മാർ എടുത്തു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞത് മലക്കുകളുടെ ആരാധന നിർഭരരാണ് മലക്കുകൾ എന്ന് പറഞ്ഞ ആയത്ത് എന്താണ്? ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തി, അള്ളാന്റെ അടുക്കലുള്ളവർ ഒരിക്കലും അള്ളാനെ ആരാധിക്കുന്നതിൽ നിന്നും അവർ അഹങ്കരിക്കുന്നില്ല. വലാ യസ്തഹ്സിറൂൻ, അവരെ ആരാധന എടുത്ത് കുഴങ്ങുന്നില്ല. അപ്പോ മനുഷ്യ, നീ അള്ളാഹുവിനെ ആരാധിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നിന്റെ കുറവും നിന്റെ മോശത്തരവുമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ, രാപ്പകലുകളില്ലാതെ അവർ അല്ലാഹു തആലയ്ക്ക് സ്തോത്ര കീർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പൊ രാപ്പകലുകൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ രാപ്പകലുകൾ എന്ന് പറയുന്നത് ഭൂമിയെയും സൂര്യചന്ദ്രാദികളെ ചുറ്റിപ്പറ്റിയുള്ള സൂര്യന്റെ കറക്കത്തിനനുസരിച്ച് പരിക്രമണത്തിനും ഭ്രമണത്തിനും അനുസരിച്ചാണ് മനുഷ്യന്റെ രാപ്പകലുകൾ. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് മലക്കുകളെ സംബന്ധിച്ച് അവർക്കതില്ലെങ്കിലും അവരിലേക്ക് രാപ്പകലുകൾ ചേർത്തി പറഞ്ഞത് എന്നൊക്കെ ചർച്ച ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما خلقنا السماء والأرض وما بينهما لاعبين لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ ഓരോ ആശയങ്ങളും വചനങ്ങളും കൃത്യമായി പഠിക്കുവാനും അതിലൂടെ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്ന ഒരുപാട് അറിവുകൾ, മതപരമായ അറിവുകൾ, പഠിച്ചാൽ തീരാത്തത്ര അറിവുകൾ വിശുദ്ധ ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ പദപ്രയോഗത്തിലും നമുക്ക് കാണാൻ കഴിയും. ഒക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു മനസ്സിലാക്കി ഉൾക്കാഴ്ചയോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.